യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. ദൈവമേ, അങ്ങ് എന്റെ ദൈവം. അധികാലത്ത് ഞാൻ അങ്ങേ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം അങ്ങേക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം അങ്ങേക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ അവിടുത്തെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങേ നോക്കിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസം പ്രഭാതം അങ്ങ് ഞങ്ങൾക്ക് തന്നതിനായി കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഭവനങ്ങളിലായിരുന്നുകൊണ്ട് കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അങ്ങ് ഞങ്ങൾക്ക് വീണ്ടും ഒരു സന്ദർഭം കൂടെ അങ്ങ് ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ആലയങ്ങളിൽ ഒരുമിച്ച് കൂടി കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണമുള്ള സാഹചര്യമില്ലാത്തതായ സന്ദർഭത്തിൽ കർത്താവെ, ഞങ്ങൾക്ക് ഭവനങ്ങളിലായിരുന്നുകൊണ്ട് അങ്ങേ ആരാധിക്കുവാനും തക്കവണ്ണം അങ്ങ് ഞങ്ങളെ വീണ്ടും ഒരിക്കൽ കൂടെ ഒരുക്കുകയും അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ അങ്ങ് ഞങ്ങൾ അനുഗ്രഹിച്ച് കാത്തുപരിപാലിച്ച് വഴി നടത്തുകയും ചെയ്തതിനായി നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നത്തെ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്ത് വഴി നടത്തി കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധന സാന്നിധ്യം കർത്താവ് ഏറ്റെടുക്കണം. അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഇടവരുത്തണം. കർത്താവ്, ഞങ്ങളുടെ മധ്യസ്ഥതകളിലൂടെ അനുഗ്രഹങ്ങളും നന്മകളും നിന്റെ മക്കൾക്ക് ലഭിപ്പാൻ തക്കവണ്ണം അങ്ങ് ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ട കാലം ആലയത്തെയും ഞങ്ങളുടെ ദേശത്തെയും ആലയത്തിലുള്ള ഓരോ കുടുംബങ്ങളെയും അങ്ങ് കാത്തു പരിപാലിച്ചതിനായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. പുതിയൊരാഴ്ചവട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഈ നാളുകളിൽ ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഈ ഒരാഴ്ചപ്പെട്ട കാലവും അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. കർത്താവ്, ഞങ്ങൾ അല്പസമയം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടോട് ഞങ്ങളായിരിക്കാൻ തക്കവണ്ണം ഇടവരുത്തണം. മാനവും മഹത്വവും ഒന്ന് സ്വീകരിക്കണം. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമം സ്തുതിക്കും മഹത്വത്തിനുമായിട്ട് പാട്ടുപുസ്തകത്തിലെ 34-ാമത്തെ ഗീതം നമുക്ക് പാടാം. പാട്ടുപുസ്തകത്തിലെ 34-ാമത്തെ ഗീതം നമുക്ക് പാടാം. കഷ്ടമവൻ
നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആരാധനാക്രമം ആറാംപുറം നാലാം ഭാഗത്തുള്ള ലിത്താനി നമുക്ക് വാക്യപ്രതിവാക്യമായി ചൊല്ലാം. ആരാധനാക്രമം ആറാംപുറം നാലാം ഭാഗത്തുള്ള ലിത്താനി. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക. യഹോവ മഹാദൈവമല്ലോ, ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു. സമുദ്രം അവിടുത്തേത്, അവിടുന്ന് തന്നെ ഉണ്ടാക്കി. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം. തുടർന്നുള്ള ഭാഗം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. അവിടെ നമ്മുടെ ദൈവമാകുന്നു, നാമോ അഭിനയിക്കുന്ന ജനവും അവിടുത്തെ കൈക്കലെ നാടുകളും തന്നെ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോട് ഏറ്റുപറവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമുക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ശാന്തമായി നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ വിനയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ സമയം കടന്നു ചെല്ലാം. കർത്താവെ, ഒരാഴ്ചപ്പെട്ട കാലം ഞങ്ങൾക്ക് ഈ ലോകത്തിലായിരിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവഹിതത്തിനല്ലാത്തത് കർത്താവ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് മനഃപൂർവ്വമായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങ് ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. ദൈവത്തിന്റെ ഘടനയാകുകൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയമേ ദൈവമേ നിരസിക്കയില്ല എന്ന് കർത്താവ് നമ്മെ തിരുവചനത്തോടെ ഓർപ്പിക്കുമ്പോൾ നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ സമീപിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. നമ്മുടെ കുറവുകളെ അവന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പാപങ്ങളെ ക്ഷമിക്കുകയും പാപികളെ സ്നേഹിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിന്റെ ചിന്തകൾ കേൾക്കുക. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടെ നിന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവിടുത്തെ അടിപ്പിടരാൻ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അവിടെ നമ്മുടെ പാപങ്ങൾ കൊത്തൊണ്ട് നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടെ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമേൻ. കർത്താവിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്മകൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിക്കാൻ സ്തോത്ര പ്രാർത്ഥനയ്ക്കായി 17-ാം പുറത്തിലുള്ളതായി ലിത്താനി നമുക്ക് ഉപയോഗിക്കാൻ. ആരാധനക്രമം 17-ാം പുറത്തിലുള്ളതായി ലിത്താനി സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുത്തെ കൃപയായി നൽകിയിട്ടുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയും അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായി ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും ദിവ്യമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ ഈ പ്രപഞ്ചം പകൽ രാത്രി വേനൽ മഴ വിത കൊയ്ത്ത് സസ്യാദികൾ എന്നിവകൾക്ക് വേണ്ടിയും സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബ സംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹ്യ ജീവിതത്തിലെ നിർമ്മല സന്തോഷം സ്നേഹം സഹതാപം എന്നിവകൾക്കായും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിവിധങ്ങളായ ഉപജീവന മാർഗങ്ങൾ വിദ്യാഭ്യാസം സാഹിത്യം ശാസ്ത്രം കല സംസ്കാരം എന്നിവകൾക്കായും സാമൂഹിക നീതിക്കും മർദ്ദിതരുടെ വിമോചനത്തിനും അവശയുടെ ഉദ്ധാരണത്തിനു വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ സാമൂഹിക പ്രവർത്തകർ
നിയമനിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായും ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതിയുവാക്കളായ മക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിനായി സഭയിലെ വിവിധങ്ങളായ ശുശ്രൂഷകൾക്കായും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന എല്ലാ നല്ല സന്ദർഭങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അതിരുകൾ കൊണ്ട് അങ്ങയെ സ്തുതിച്ചു. ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും ജീവിതത്താൽ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും തിരുമുൻപാകെ പ്രസാദകരമായി മാറട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും പാഠ്യപുസ്തകത്തിലെ 86-ാമത്തെ ഗീതം നമുക്ക് പാടാം. പാഠ്യപുസ്തകത്തിലെ 86-ാമത്തെ ഗീതം നമുക്ക് പാടാം. സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനങ്ങൾ 116 നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. യഹോവ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്ക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുൻപാകെ നടക്കും. സകല മനുഷ്യരും ഭോഷ്കു പറയുന്നു എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ യഹോവയ്ക്ക് എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുകയെ കഴിക്കും. യഹോവയെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഈ സമയം ഇന്നത്തേക്കായിട്ടുള്ള തിരുവചന പാഠഭാഗങ്ങൾ ഈ സമയത്ത് വായിച്ചു കേൾപ്പിക്കുന്നതായി.
വായിക്കുവാനായി നൽകപ്പെട്ടിരിക്കുന്ന പഴയ നിയമ വേദഭാഗം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 10 മുതൽ 20 വരെ. പുറപ്പാട് 14-ാം അധ്യായം 10 മുതൽ 20 വരെ. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? മിസ്രയീമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടേണം എന്ന് ഞങ്ങൾ മിസ്രയീമിൽ വച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ മിസ്രയീമിൽ മക്കളോട് പറക. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്ക. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. എന്നാൽ ഞാൻ മിസ്രയീമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കും. അവർ ഇവരുടെ പിന്നാലെ ചെല്ലും. ഞാൻ ഫറവോനിലും അവന്റെ സകല സൈന്യത്തിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. ഇങ്ങനെ ഞാൻ ഫറവോനിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രയീമ്യർ അറിയും. അനന്തരം ഇസ്രായേല്യരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേല്യരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവരുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവും ആയിരുന്നു. ഇവർക്കു രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേല്യരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവും ആയിരുന്നു. ഇവർക്കു രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. ഈ വായിച്ചു കേട്ട വിശുദ്ധ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വായിക്കുവാനായി നൽകിയിരിക്കുന്ന ലേഖന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പെരുപ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചുകൊണ്ടുപോയി അധിപതികളുടെ മുൻപിൽ നിർത്തി, യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമാക്കാരായി നമുക്ക് അംഗീകരിക്കാനും അനുസരിക്കാനും കഴിയാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. പുരുഷാരം അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചെറിഞ്ഞു. വടികൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി. കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ചു വാൾ ഊരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുൻപിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന്, യജമാനന്മാരെ, രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ സ്വീകരിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തെ വിശ്വസിച്ചതിൽ വീടടങ്കം ആനന്ദിച്ചു. ദൈവമേ, അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ.
ഇന്നത്തേക്കായിട്ടുള്ള സുവിശേഷ പാഠഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുവയ്ക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എന്റെ പിതാവിനെ അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുവരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം ഈ തിരുവചന പാഠഭാഗങ്ങൾ നമ്മെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം ആരാധനക്രമം 22. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിൽ പാർപ്പിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സർവശക്തനും കാരുണ്യവാനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസം കൂടെ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്തതിനായി കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഞങ്ങൾ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിരുന്നതല്ല, ഞങ്ങൾ ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നതല്ല. എന്നാൽ അങ്ങയുടെ മഹാദയ കൊണ്ട്, അങ്ങയുടെ വലിയ കൃപ കൊണ്ട് അങ്ങ് ഞങ്ങളെ പുതിയൊരു ദിവസം കൂടെ കാണുവാൻ, ഒരു പുതിയൊരാഴ്ചവട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ, ആദ്യത്തെ ദിവസം തിരുവാലയത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ട് വിശുദ്ധ കൂട്ടായ്മയിലൂടെ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾക്കായിരിക്കാൻ തക്കവണ്ണം സർവശക്തനായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല ഭാഗ്യത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങേ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിവിധങ്ങളായ മുഖാന്തരങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നുവോ അവരുടെ മധ്യത്തിൽ അങ്ങനത്തെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് അങ്ങ് ഞങ്ങളെ ഓർപ്പിച്ചിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കൃപ ഞങ്ങൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിലായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ, ഞങ്ങൾക്ക് ഓർക്കുവാൻ, ഉണരുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കടന്നു വരുവാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കിയിരിക്കുന്ന നല്ല കൃപയ്ക്കായി, അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല ഭാഗ്യത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ കർത്താവ് ഇത്രത്തോളം അതിശയകരമായി കാത്തുപരിപാലിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തിയിരിക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, പകർച്ചവ്യാധിയുടെ പ്രയാസങ്ങളാല് ലോകവും ജനതയും അനേകര് വേദനപ്പെട്ടുകൊണ്ട് ഭാരപ്പെട്ടുകൊണ്ട് കഴിയുന്നതായ സാഹചര്യങ്ങളുടെ മധ്യത്തിലും അങ്ങ് ഞങ്ങളുടെ ദേശത്തെ കർത്താവ് അനുഗ്രഹിച്ച്, ഞങ്ങളുടെ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിച്ച് കാത്തുപരിപാലിച്ചിരിക്കുന്ന നല്ല കൃപയ്ക്കായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഇത്രത്തോളം സുഖഭദ്രമായി അനുഗ്രഹിച്ച് വഴി നടത്തിയിരിക്കുന്ന വലിയ കൃപകളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം കർത്താവെ, വേദനകളുടെ മധ്യത്തിലും ഭാരങ്ങളുടെ മധ്യത്തിലും പ്രയാസങ്ങളുടെ മധ്യത്തിലും കണ്ണുനീരിന്റെ മധ്യത്തിലും കഷ്ടതകളുടെ മധ്യത്തിലും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഏത് പ്രയാസങ്ങളുടെ മധ്യത്തിലൂടെ ആരായിരിക്കുന്നുവോ അവരിലും അങ്ങയുടെ തിരുസാന്നിധ്യം പകരണം. അവരെ അങ്ങ് തൊടണം. വചനമയച്ച്, സൗഖ്യത്തിന്റെ ആത്മാവിനെ അയച്ച്
കർത്താവെ തുടരണമേ, ആശ്വസിപ്പിക്കണമേ, സൗഖ്യം കൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഈ പകർച്ചവ്യാധിയുടെ പ്രയാസങ്ങളാൽ ഭാരപ്പെട്ടുകൊണ്ട് കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. നിയമപാലകരെ ഞങ്ങൾ ഓർക്കുന്നു. ഭരണാധികാരികളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അങ്ങ് നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ പകർച്ചവ്യാധി ഈ ദേശത്തുനിന്ന് ലോകത്തുനിന്ന് പൂർണ്ണമായിട്ട് മാറുവാൻ തക്കവണ്ണം കർത്താവെ എത്രയും വേഗം അങ്ങ് പ്രവർത്തിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ സംസ്ഥാനത്തെ അങ്ങ് ഇത്രത്തോളം അതിശയകരമായി കാത്തു പരിപാലിച്ചിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, അങ്ങ് അനുഗ്രഹിക്കണമേ. ആർക്കും യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങളുടെ ദേശത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്നും ആർക്കൊന്നും ഒരു രോഗങ്ങളും ദുരിതങ്ങളും ഒന്നും ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടവരുത്താതെ സർവശക്തനായ ദൈവം അങ്ങ് അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ നാളുകളിൽ ഉപജീവന മാർഗങ്ങൾക്ക് പോകുവാൻ തക്കവണ്ണം കഴിയാതെ ഭാരപ്പെട്ടുകൊണ്ട് കഷ്ടപ്പാടുകളിലൂടെ പട്ടിണികളിലൂടെ ദാരിദ്ര്യത്തിന്റെ മധ്യത്തിലൂടെ ആരും അപ്രകാരമുള്ള അനുഭവങ്ങളിലൂടെ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഇടവരുത്താതെ സർവശക്തനായ ദൈവം അങ്ങ് നിന്റെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. സമൃദ്ധിയായിട്ട് അങ്ങ് നിന്റെ മക്കളെ പോഷിപ്പിക്കണമേ. ആഹാരം നൽകി ആവശ്യമായ നന്മകൾ നൽകി കർത്താവെ ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും കർത്താവ് അനിശ്ചയകരമായി കാത്തു പരിപാലിച്ച് വഴി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആലയത്തെ കർത്താവ് അനുഗ്രഹിക്കണം. ആലയത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. ആലയത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി അങ്ങ് ആരാധിക്കുവാനുള്ള സാഹചര്യങ്ങൾ എത്രയും വേഗം ഞങ്ങൾക്ക് ലഭിക്കാൻ കർത്താവെ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്ന വഴി നടത്തി കാത്ത് പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആലയത്തിലുള്ള ഓരോ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഓരോ കുടുംബങ്ങൾക്കും ആവശ്യമായ ആവശ്യങ്ങൾ ഓരോ കുടുംബങ്ങൾക്കുമുള്ള ആവശ്യങ്ങൾ എന്ത് എന്നുള്ളത് അങ്ങ് അറിയുന്നുവല്ലോ. കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു നൽകി അങ്ങ് വഴി നടത്തി കാത്ത് പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരും കഷ്ടപ്പെടുവാൻ തക്കവണ്ണം ഇടവരുത്തരുത്. ആരും ബുദ്ധിമുട്ടുകൾ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടവരരുത് എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവെ, രോഗങ്ങളുടെ പ്രയാസങ്ങളുടെ മധ്യത്തിലൂടെ ആരും ആയിരിക്കുവാൻ തക്കവണ്ണം ഇടവരുത്തരുത്. ശാരീരികമായി പലതരത്തിലുള്ളതായ പ്രയാസങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കർത്താവ് ഓരോ വ്യക്തികളെയും അങ്ങ് അതിശയകരമായി കാത്തു പരിപാലിച്ച് വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന നല്ല കൃപയ്ക്കായി സ്തോത്രം. സർവശക്തനായ ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് പകരണമേ. പലതരത്തിലുള്ളതായ ശാരീരികമായുള്ള അസ്വസ്ഥതകളാൽ ഭാരപ്പെട്ടുകൊണ്ടായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ, സൗഖ്യം കൽപ്പിക്കണമേ. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങളെല്ലാം മാറ്റി അനുഗ്രഹിച്ചെന്ന് മക്കളെ വഴി നടത്തി കാത്ത് പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിദ്യാഭ്യാസ മേഖലകളിലൂടെ മറ്റ് വിവിധങ്ങളായ പ്രവർത്തന മേഖലകളിലൂടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്ത് വഴി നടത്തണം. വിദേശ രാജ്യങ്ങളിലായിരുന്ന ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ജോലി സ്ഥലങ്ങളിൽ, അവരുടെ ഭവനങ്ങളിൽ, അവർ പാർക്കുന്ന ദേശത്ത് സ്ഥലങ്ങളിലൊന്നും ആർക്കും യാതൊരു പ്രയാസങ്ങളും ഉണ്ടാകാതെ സർവശക്തനായ ദൈവം അങ്ങ് മക്കളെ അനുഗ്രഹിച്ച് അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ മുദ്രയിട്ട് അഭിഷേകം ചെയ്ത് ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കൃപ കൂടെ ഉണ്ടായിരുന്നു വഴി നടത്തി കാത്തു പരിപാലിക്കണം. ഈ ഒരാഴ്ചവട്ട കാലം അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. കർത്താവെ, അങ്ങയുടെ ഒരു സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. പൈതങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. ദോഷങ്ങളൊന്നും ഉണ്ടാകാതെ കർത്താവ് കാത്തു പരിപാലിക്കണം. മാതാപിതാക്കളെ, വാർദ്ധക്യത്തിലുള്ള അമ്മമാരെ, പിതാക്കന്മാരെ, യൗവനക്കാരായ മക്കളെ ഞങ്ങൾ എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവരെയും കർത്താവിനെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ പ്രവർത്തന മേഖലകളിലൂടെ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണം. വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണം. ആവശ്യമായ നന്മകളൊക്കെ നൽകി ഈ നാടുകളിൽ അങ്ങനെ മക്കളെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പകർച്ചവ്യാധിയുടെ പ്രയാസങ്ങൾ എത്രയും വേഗം മാറുവാൻ കർത്താവ് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേൾക്കുവാനുള്ള തിരുവചനത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തിരുവചന ചിന്തകൾ ഞങ്ങൾ കേട്ട് അനുഗ്രഹിക്കപ്പെട്ടുണ്ടായിരിക്കാൻ തക്കവണ്ണം ഇടവരുത്തണം. പ്രിയമകന്റെ പഠന മേഖലകളൊക്കെയും ദൈവത്തിന്റെ ഒരു സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും വരുന്ന പരിശുദ്ധ ദിവസം അങ്ങയുടെ ഒരു സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുവരെയും അങ്ങയുടെ ക്രോസിന്റെ അമർ വഹിച്ച് അങ്ങ് ഞങ്ങൾ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകളിലൊക്കെയും അങ്ങയുടെ ഒരു സാന്നിധ്യം പകർന്ന് വഴി നടത്തി കാത്തു പരിപാലിക്കണമേ. മാനവും മഹത്വവും സ്വീകരിക്കണമേ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കിടത്താത്ത സകല ദോഷങ്ങളും പിടിപ്പിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. പാട്ടുപുസ്തകത്തിലെ 462 പാട്ട് നമുക്ക് എല്ലാവർക്കും പാടാം. അതിനുശേഷം സെമിനാരിയിൽ നിന്ന് പ്രാക്ടിക്കൽ വർക്കുമായി ബന്ധപ്പെട്ട് നമ്മോടൊപ്പമായിരുന്ന ഷിജു സുവിശേഷ അവർ തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തതായിരുന്നു.
പാഠപുസ്തകത്തിലെ 462-ാമത്തെ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു പരിശുദ്ധ ദിവസം നമുക്കെല്ലാവർക്കും കാണുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. ആ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇന്നത്തെ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവിധങ്ങളായ മീഡിയകളിലൂടെ ഈ ആരാധന പങ്കുചേരുന്ന എല്ലാവർക്കും അറിയിച്ചുകൊള്ളണം. ഇന്ന് നമ്മുടെ ലോകം ഒരു ഭീതിയുടെ നടുവിലാണ്. COVID-19 എന്ന രോഗത്താൽ, കൊറോണ വൈറസിന്റെ ആ ഒരു വ്യാപനത്താൽ നമ്മുടെ ലോകം മുഴുവനും ഇന്ന് ഭീതിയുടെയും ലക്ഷ്യബോധമില്ലാതെ ശരിയായ മരുന്നുകൾ പോലും കണ്ടുപിടിക്കുവാൻ കഴിയാതെ ഒരു വഴിതെറ്റിയ അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. ഇത്തരുണത്തിൽ നമുക്ക് ദക്ഷിണേന്ത്യ സഭയായി ചിന്തിക്കുവാൻ നൽകപ്പെട്ടിരിക്കുന്ന വിഷയം ഈ സന്ദർഭത്തിന് ഏറ്റവും അനുയോജ്യമാണ്. ബിലീവിംഗ് ഇൻ ദ ക്രൈസ്റ്റ് ദ വേ, മാർഗമായ അല്ലെങ്കിൽ വഴിയായ ക്രിസ്തുവിലുള്ള വിശ്വാസം. നമ്മുടെ ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം 4ാമത്തെ ഞായറാഴ്ചയിലാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. സയൻസ് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളവർക്കറിയാം, ജീവകങ്ങളിൽ ജീവകം സി, ജീവകം ബി എന്നിവ മറ്റു ജീവകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇവ മറ്റു ജീവങ്ങളെ പോലെ ശരീരത്തിൽ സംഭരിച്ചു വെക്കാറില്ല എന്നുള്ളതാണ്. ജലത്തിലൂടെ എന്നും അലിഞ്ഞ് ശരീരത്തിൽ അത് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ജീവകം സിയും ജീവകം ബിയും ദിവസവും നാം കഴിക്കുവാൻ ബാധ്യസ്ഥരാണ്. ഇതുപോലെയാണ് ക്രിസ്തു മാർഗ വിശ്വാസം എന്ന് പറയുന്നത്. ഈ മാർഗത്തിൽ നിലനിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ക്രിസ്തു മാർഗത്തിൽ നിലനിൽക്കുവാൻ എന്നും എന്തെങ്കിലുമൊക്കെ നാം ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കുമാരനാശാൻ തന്റെ ദുരവസ്ഥയിൽ ഇപ്രകാരം പറയുന്നു: വിശ്വാസമല്ലോ വിളക്ക്, മനുഷ്യന് വിശ്വാസം സർവസ്വമല്ലോ എന്നാണ്. വിശ്വാസം എന്നത് നമ്മുടെ ജീവവായുവാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിന് ദൃഷ്ടാന്തമുണ്ട് എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. വിശ്വാസമുള്ളവന് എല്ലാം ഉണ്ട്, വിശ്വാസമില്ലാത്തവന് ഒന്നുമില്ല എന്നാണ്
അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വിലയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴിയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഈ ഈടുറ്റ ബോധ്യമായിരുന്നു ഒരു യഹൂദന്റെ വിശ്വാസം എന്ന് പറയുന്നത്. സങ്കീർത്തനം 27:11 ഇപ്രകാരം പ്രതിപാദിക്കുന്ന ഒരു പ്രാർത്ഥന ശ്രദ്ധേയമാണ്: ദൈവമേ, അങ്ങയുടെ പാത എന്നെ ഉപദേശിക്കണമേ. ദൈവമേ, അങ്ങയുടെ പാത എന്നെ ഉപദേശിക്കണമേ. ഇത്തരത്തിൽ പ്രമാദമായ ഒരു യഹൂദ ചിന്തയുടെ വിപരീത ധ്വനിയാണ് യേശു ഇവിടെ മുഴക്കുന്നത്. അതുതന്നെയാണ് ഇന്നത്തെ ചിന്തയുടെ ആധാരവും. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുവിന്റെ ഞാനാകുന്നു എന്ന പ്രഖ്യാപനത്തിലെ 6-ാമത്തെ ചിന്തയാണ് ഇന്നത്തെ ഈ പ്രസ്തുത ഭാഗം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 3 ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ചിന്ത, ക്രിസ്തുവാകുന്ന മാർഗം. സുവിശേഷം വായിച്ചു കേട്ടു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 7 വരെ എഴുതപ്പെട്ട തിരുവചനങ്ങളെയാണ് നാം വായിച്ചു കേട്ടത്. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി പെസഹ പങ്കിട്ട ശേഷം ഹൃദയം തുറന്ന് അവരോട് സംസാരിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ വേദഭാഗത്തോടെ കാണുവാൻ സാധ്യമാകുന്നത്. ഈ സംഭാഷണത്തെ കുറിച്ച് വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ മാത്രമേ നമ്മുടെ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഒരു വിധത്തിൽ ചിന്തിച്ചാൽ തികച്ചും ഭയത്തിന് അടിമപ്പെട്ടിരുന്ന ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുന്നതിനും അന്നത്തെ യഹൂദ ചിന്തകൾക്ക് മറുപടി നൽകുന്നതിനുമാണ് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിന്റെ തന്റെ സംഭാഷണത്തിൽ തന്നിലൂടെ സാധ്യമാകുന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് അവരെ എത്തിക്കുകയാണ് ക്രിസ്തു ഇവിടെ ചെയ്യുന്നത്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ അവരെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിങ്ങളുടെ ഹൃദയങ്ങൾ കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊണ്ടുവന്ന്. ആ വേദഭാഗങ്ങളിൽ വീണ്ടും തൊട്ടതാണ് യേശു ഇപ്രകാരം പറയുകയാണ്: ഞാൻ പോകുന്നത് എവിടേക്കാണ് എന്ന് നിങ്ങൾ അറിയുന്നു. യേശുവിന്റെ ഈ വാക്കുകൾ ശിഷ്യന്മാർ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് നമ്മുടെ തോമസ് അപ്പോസ്തലന് ബലമായ ഒരു സംശയമുണ്ടായി. ഒരുപക്ഷെ ക്രിസ്തു ശിഷ്യനായ തോമസ് അപ്പോസ്തലൻ കാപട്യമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അല്പം അറിവുള്ള ഒരു വ്യക്തിയായതുകൊണ്ടാകാം തന്റെ ജീവിതത്തിൽ തനിക്കൊരു സംശയമുണ്ടായി ക്രിസ്തുവിനോട് ഇപ്രകാരം ഒരു ചോദ്യം ഉന്നയിച്ചത്. അതുമല്ല എങ്കിൽ കർത്താവ് സാധാരണ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ പറയുന്നത് കൊണ്ടായിരിക്കാം. തോമസ് ഇവിടെ ചോദിക്കുകയാണ്: കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞാൻ അറിയുന്നില്ല, പിന്നെ എങ്ങനെ വഴി അറിയുമെന്ന് ഇവിടെ തോമസ് അപ്പോസ്തലൻ യേശുവിനോട് കൂടി ചോദിക്കുകയാണ്. കാരണം ക്രിസ്തുവിന്റെ വഴി എന്ന് പറയുന്നത് ശരിക്കും ഒരു കുരിശിന്റെ വഴിയാണ്. അത് തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും ശിഷ്യന്മാർക്ക് വളരെ പ്രയാസമായിരുന്നു. ഇന്നത്തെ സ്ഥിതിയും ഒട്ടും വ്യത്യസ്തമല്ല എന്നതാണ് സ്ഥിതിവിശേഷം. ക്രിസ്തു എന്ന വഴിയിലേക്കും ക്രിസ്തുവിന്റെ വഴിയിലേക്കും എത്തപ്പെടാൻ നാം ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. വഴി എന്ന പ്രയോഗം പല ഗുരുക്കന്മാരും ഉപയോഗിച്ചതായി നമുക്കിവിടെ കാണുവാൻ സാധ്യമാകുന്നുണ്ട്. ശ്രീബുദ്ധൻ പറഞ്ഞു, ഞാൻ യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴി കണ്ടുപിടിച്ചു എന്നാണ്. കൺഫ്യൂഷ്യസ് പറഞ്ഞു, തന്റെ ഉപദേശമാണ് യഥാർത്ഥ വഴി എന്ന്. എന്നാൽ പാലസ്തീനിലെ യഹൂദനെ സംബന്ധിച്ച് യഹൂദന്മാർക്ക് പരിചിതമായ വഴി എന്ന പ്രതീകത്തെ ഉദ്ധരിച്ച് യേശു പറയുകയാണ്, ഞാൻ തന്നെ യഥാർത്ഥ വഴി എന്ന്. പ്രപഞ്ചത്തെയും
ദൈവരാജ്യത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. യേശുവിനെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ യേശു വഴി ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല, യേശു ഒരു സ്വയം വഴിയായിട്ട് മാറിയവനാണ് എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. രണ്ടാമത്തെ ചിന്ത, ചെങ്കടലിൽ ഒരു പുതിയ മാർഗം തെളിയുന്നു. പഴയ വേദഭാഗം വായിച്ചത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 10 മുതൽ 20 വരെ എഴുതപ്പെട്ട തിരുവചനങ്ങളാണ്. ആ ഭാഗം പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ചെങ്കടലും ഫറവോന്റെ സൈന്യവുമായിരുന്നു. എന്നാൽ യഹോവയായ ദൈവം തന്റെ മക്കളെ വഴി തുറന്ന് ഒഴുകിയും അവിടെ നടത്തുന്നതായിട്ട് കാണുവാൻ സാധ്യമാകും. നാം വായിച്ചു കേട്ട ഭാഗത്തിൽ ചെറിയ പ്രതിസന്ധികളിലുള്ള ജനത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഒരു വേള അവർ പറയുകയാണ്, ഇതിനേക്കാൾ നല്ലത് പഴയ അടിമത്തം തന്നെയായിരുന്നു. മരുഭൂമിയിൽ കൊണ്ടുപോയി ഞങ്ങളെ കൊല്ലുവാനാണോ നീ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് എന്ന് മോശയോട് പറഞ്ഞ് പ്രതികരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധ്യമാവുകയാണ്. ഇതിനേക്കാൾ ഞങ്ങൾക്ക് നല്ലത് മിസ്രയീമിൽ അടിമവേല ചെയ്യുന്നതായിരുന്നു. ഈ ചെങ്കടലിൽ കിടന്ന് മരിക്കുവാനോ മരുഭൂമിയിൽ കിടന്ന് മരിക്കുവാനോ വേണ്ടിയല്ല ഞങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ അവിടെ വെച്ച് പറഞ്ഞതാണ് ഞങ്ങൾ കടന്നു വരുന്നില്ല എന്ന്. പക്ഷേ ഇവിടെ മോശ അവർക്ക് ധൈര്യം പകർന്നായിട്ട് പുതിയ വഴിയെ തുറക്കുവാൻ തക്കവണ്ണം ഒരു ശ്രമപൂർവമായി നടത്തുന്നത് കാണുവാൻ സാധ്യമാകുന്നു. ദൈവം നമ്മെ കരുതുന്ന നിമിഷങ്ങൾ പലപ്പോഴും നാം മറന്നു പോകുമ്പോൾ നമ്മുടെ പ്രതികരണവും ഇങ്ങനെയാണ്. ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ചില കഷ്ടതകൾ വരുമ്പോൾ ദൈവം അങ്ങനെ ചെയ്ത സകല നന്മകളെയും നാം മറന്നുകൊണ്ട് ദൈവത്തിനെതിരെ പിറുപിറുക്കുന്ന അവസ്ഥയാണ്. മാനുഷിക ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുമായി ഇത്തരത്തിലുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ സംജാതമായിട്ടില്ലേ? ഇവിടെ ദൈവം മോശയോട് പറയുകയാണ്, മുമ്പോട്ട് തന്നെ പോവുക. ചെങ്കടലിൽ ഒരു പുതിയ വഴി ദൈവമായി ഒരുക്കുകയാണ്. വഴി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ദാനമായിട്ട് അവിടെ കാണുവാൻ സാധ്യമാവുകയാണ്. ഒരിക്കൽ വിൻസ്റ്റൺ ചർച്ചിൽ ഇപ്രകാരം പറയുകയുണ്ടായി. അദ്ദേഹം യുവാക്കളെ പറ്റി നടത്തിയ ഒരു പ്രസംഗമാണ്, വളരെ ശ്രദ്ധേയമായ ഒരു പ്രസംഗമാണ്. നെവർ ഗിവ് അപ്പ്. അതായത് പ്രതിസന്ധികളിൽ കണ്ട് മടിച്ചും അടച്ചു നിൽക്കുവാനുള്ളതല്ല നമ്മൾ, പകരം നാം മുന്നോട്ട് തന്നെ പോവുകയാണ് വേണ്ടത് എന്ന് യുവാക്കളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി. വഴിയാവുന്ന ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ആ ക്രിസ്തുവിന്റെ ധൈര്യത്തിലാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് വായിച്ച ഒരു സംഭവം ഇപ്രകാരമാണ്. അദ്ദേഹം യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് തന്റെ പട്ടാളക്കാർ താമസിക്കുന്നതായ സൈനിക ക്യാമ്പുകൾ രഹസ്യമായി ഒരു യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ഒരു സൈനിക ക്യാമ്പിലേക്ക് കടന്നുപോയപ്പോൾ അവിടെ ഒരു പട്ടാളക്കാരൻ പേടിച്ചിരിക്കുകയാണ്. യുദ്ധത്തിന് കടന്നു പോകുവാൻ തന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയം കൊണ്ട് അവിടെ ഒളിച്ചിരിക്കുന്ന അവസ്ഥ. ഈ ചക്രവർത്തി അവിടെ വന്നു നിന്നിട്ട് ഈ മനുഷ്യനോട്, ഈ പട്ടാളക്കാരനോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ നെയിം? നിന്റെ പേര് എന്താണ്? ഈ മനുഷ്യൻ പേടിച്ച് ഭയപരവശനായി മറുപടി പറയുകയാണ്. ഈ പട്ടാളക്കാരൻ തന്റെ പേര് അലക്സാണ്ടർ ആണ് എന്ന് പറയുകയാണ്. മഹാനായ ഈ അലക്സാണ്ടർ ചക്രവർത്തി ഈ മനുഷ്യനോട് തിരിച്ചു ചോദിക്കുകയാണ്, either you change your name or your character. ഈ അലക്സാണ്ടർ എന്ന പേര് ധരിച്ച് നീ ഒളിച്ചിരിക്കുവാനല്ല, ഒന്നുകിൽ നിന്റെ പേര് മാറ്റുക, ഇല്ലെങ്കിൽ നിന്റെ സ്വഭാവം മാറ്റുക. നിന്റെ സ്വഭാവം എന്ന് പറയുന്നത് നിന്റെ ഈ ഭയം തന്നെ, നിന്റെ ഈ പേടിയെ മാറ്റുക എന്ന് അലക്സാണ്ടർ ചക്രവർത്തി ഈ മനുഷ്യനോട്, ഈ പട്ടാളക്കാരനോട് പറയുകയാണ്. വഴിയാകുന്ന ക്രിസ്തു നമുക്ക് പ്രതിസന്ധികളിൽ ധൈര്യവും ശക്തിയും നൽകി നമ്മെ വഴി നടത്തുന്നവനാണ്. ക്രിസ്തുവിന്റെ പേര് ധരിച്ച് പേടിച്ച് ഇരുട്ടറയിൽ ഇരിക്കുവാനുള്ളവരല്ല നമ്മൾ. ക്രിസ്തുവിന്റെ നാമം ധരിച്ച് ക്രിസ്തുവിൽ കൂടി ധൈര്യമുള്ളവരായി ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുവാനുള്ളവരാണ് നാം ഓരോരുത്തരും എന്നുള്ള ചിന്ത നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. മൂന്നാമത്തെ ചിന്ത, ക്രിസ്തു എന്ന വഴിയിലൂടെ ലഭ്യമാകുന്ന രക്ഷ. നാം വായിച്ചു കേട്ട ലേഖന ഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 19 മുതൽ 34 വരെയുള്ള ഭാഗമാണ് നാം വായിച്ചു കേട്ടത്.
ഇവിടെ ഈ വേദഭാഗത്തിന്റെ ആദ്യ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ കാണുവാൻ സാധ്യമാകുന്നത് വെളിച്ചപ്രാർത്ഥിക്കാരിയായ ഒരു സ്ത്രീയെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സ്ത്രീയെ കുറിച്ച് പഠിക്കുമ്പോൾ ഇന്നത്തെ ആധുനിക സുവിശേഷ ബോധത്തിൽ നാം കണ്ടുമുട്ടുന്ന അനേകം പേരുടെ ഒരു പ്രതിനിധി മാത്രമാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ചില അനേകരെ ഈ കാലഘട്ടത്തിൽ നാം കണ്ടുമുട്ടാറുണ്ട്. ഇവിടെ പൗലോസും ശീലാസും കടന്നുകൊണ്ട് അവരിലെ ഭൂതത്തെ മാറ്റിയിട്ട് യേശുവാകുന്ന വഴിയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയാണ്. യേശുവിനെ കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി അവർക്ക് ശക്തി നൽകുകയാണ്. ഈ സംഭവം നടന്നപ്പോൾ അവരിലൂടെ ഒത്തിരി ലാഭങ്ങൾ വരുമാനങ്ങൾ വരുത്തിക്കൊണ്ടിരുന്ന, അതായത് ചില യജമാനന്മാരുണ്ടായിരുന്നു. അവർക്ക് വളരെയധികം ഇത് സഹിക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയായി മാറി. ഇത് കണ്ടിട്ട് അവർ യേശുവിനെ കൊടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ വലിയൊരു രക്ഷ ലഭ്യമാവുകയാണ്, വലിയൊരു വഴി തുറക്കപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം വരെ തന്റെ ജീവിതത്തിലുണ്ടായിരുന്ന ആ ഭൂതവാദി ഒഴിവാക്കി തന്റെ യേശുവാകുന്ന മാർഗത്തെ തന്നിൽ നൽകുകയാണ്. ഈ സംഭവത്തിന് ശേഷം യേശുവിനെ യേശുവിനെയല്ല, ഈ ശീലാസിനെയും പൗലോസിനെയും കുറ്റവാളിയാക്കി അവിടെ ഫിലിപ്പിയിലെ ഒരു കാരാഗ്രഹത്തിലാക്കുന്നതായിട്ട് കാണുവാൻ സാധ്യമാവുകയാണ്. ഫിലിപ്പിയിലെ ഒരു കാരാഗ്രഹത്തിലാകപ്പെട്ട ഈ പൗലോസും ശീലാസും അവിടെ ദൈവത്തെ കാരാഗ്രഹത്തിൽ കടന്ന് പാടി സ്തുതിക്കുകയാണ്. ഈ പാടി സ്തുതിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നു പോയി എന്ന് അവിടെ കാണുവാൻ സാധ്യമാകുന്നുണ്ട്. ഇവിടെ കഷ്ടതയിലും പൗലോസിനും ശീലാസിനും ശുശ്രൂഷയുടെ പുതിയ വഴികൾ അവിടെ തുറക്കുന്നതായിട്ട് കാണുവാൻ സാധ്യമാവുകയാണ്. അതായത് ഈ സമൂഹത്തിലൂടെ കാരാഗ്രഹ പ്രവാഹി തന്റെ സ്വന്തം ജീവിതത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിരിക്കുമ്പോൾ പൗലോസും ശീലാസും പറയാണ്, ഞങ്ങൾ ആരും പോയിട്ടില്ല, ഞങ്ങളെല്ലാം ഇവിടെയുണ്ട്. അവിടെ കാരാഗ്രഹ പ്രവാഹിയുടെ ജീവിതത്തിൽ പുതിയൊരു വഴി തുറക്കുകയാണ്. അതായത് ക്രിസ്തുവാകുന്നവരെ ഈ കാരാഗ്രഹ പ്രവാഹിക്ക് പൗലോസിലൂടെയും ശീലാസിലൂടെയും ലഭ്യമാവുകയാണ്. അതായത് കഷ്ടതയിൽ വഴി തുറക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ യേശു എന്ന് പറയുന്നത്. ഇവിടെ യേശു ക്രിസ്തു നമ്മുടെ വഴിയായി, സത്യമായി, ജീവനായി എന്നെന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ അവസാനിപ്പിക്കട്ടെ. പിതാവിന്റെ അടുക്കൽ എത്തുവാനുള്ള ഏക വഴിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ചെങ്കടലിനെയും ശത്രു സൈന്യത്തെയും എല്ലാവിധമായ കഷ്ടങ്ങൾ വിടുവിക്കുവാൻ നമ്മെ വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണ് നമുക്കുള്ളത്. കാരാഗ്രഹത്തിൽ നിന്ന് പോലും നമ്മെ വിടുവിക്കുവാൻ മാർഗമായ ക്രിസ്തു നമ്മോടൊപ്പമുണ്ട്. ഏത് കഷ്ടതയിലും പുതിയ മാർഗം തുറക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അത് തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ നമുക്ക് ഏവർക്കും ലഭ്യമാകുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രതിസന്ധികളിൽ പുതിയ വഴി തുറന്നു നൽകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ കർത്താവേ, അങ്ങ് ലോകത്തിന്റെ വഴിയായി ഈ ലോകത്തിൽ അവതരിക്കുകയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് ഞങ്ങൾക്ക് തിരുവചനത്തിലൂടെ ഓർക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ വരുത്തിയ നല്ല സന്ദർഭത്തിനായി കർത്താവെ ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രതിസന്ധികളുടെ മധ്യത്തിലും കാരാഗ്രഹത്തിന്റെ മധ്യത്തിലും ചെങ്കടൽ പോലുള്ളതായ ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിലും അങ്ങ് ഞങ്ങൾക്ക് പുതിയ വഴി തുറന്നു തന്ന് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവമായി ഞങ്ങളോട് കൂടെ ഉള്ളതിനായി നന്ദിയുടെ സ്തോത്രം. കർത്താവ്, ഞങ്ങൾ കേട്ട തിരുവചന ചിന്തകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകിയ പ്രിയ മകനെയും കർത്താവ് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. കുടുംബമായിട്ട് കർത്താവിനെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശേഷിച്ച സമയങ്ങളിലും അങ്ങനത്തെ ഒരു സാന്നിധ്യം പകരണം. ഞങ്ങൾ കേട്ട തിരുവചന ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, അത് ഫലപ്പുറപ്പെടുവിക്കുന്ന ഒരു അനുഭവത്തിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളായിരിക്കാൻ കർത്താവെ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും സ്വീകരിക്കണമേ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും പാഠപുസ്തകത്തിലെ 447-ാമത്തെ ഗീതം നമുക്ക് പാടാം. പാഠപുസ്തകത്തിലെ 447-ാമത്തെ ഗീതം. അവൻ
യഹോവയിൽ ആശ്രയിക്കും. പ്രഭുക്കളിൽ ആശ്രയം വലയ്ക്കുകയില്ല ഞാൻ, യഹോവയിൽ ആശ്രയിക്കും. മനുഷ്യരിൽ ആശ്രയം വലയ്ക്കുകയില്ല ഞാൻ, യഹോവയിൽ ആശ്രയിക്കും. പ്രഭുക്കളിൽ ആശ്രയം വലയ്ക്കുകയില്ല ഞാൻ, യഹോവയിൽ ആശ്രയിക്കും. അവൻ ദയയുള്ളവൻ, ദീർഘക്ഷമയുള്ളവൻ, കൃപമേൽ കൃപ പകരുന്നവൻ. അവൻ ദയയുള്ളവൻ, ദീർഘക്ഷമയുള്ളവൻ, കൃപമേൽ കൃപ പകരുന്നവൻ. കർത്താവൻ കേവലവും സങ്കേതവും എന്നാത്മരക്ഷയും അവനല്ലോ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സകല ചരാചരങ്ങളുടെയും സൃഷ്ടിതാവും പരിപാലകനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ കർത്താവേ, ഒരു വിശുദ്ധ ദിവസം കൂടെ അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് ഞങ്ങൾക്ക് ഭവനങ്ങളിലായിരുന്നു കൊണ്ട് അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും വഴിയാകുന്ന യേശു കർത്താവിനെ ഞങ്ങൾക്ക് തിരുവചനത്തിലൂടെ ധ്യാനിക്കുവാനും പ്രതിസന്ധികളിൽ പുതിയ വഴി തുറന്നു നൽകുന്ന സർവശക്തനായ ദൈവത്തെ ഞങ്ങൾക്ക് തിരുവചന ചിന്തകളിലൂടെ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനും അറിയുവാനും കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ക്ലേശങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാരാഗ്രഹത്തിന്റെ പോലുള്ളതായ അനുഭവങ്ങളും ചെങ്കടലിന്റെ പോലുള്ളതായ അനുഭവങ്ങളും ഒക്കെയും ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്നതായ സന്ദർഭങ്ങളിൽ യേശു കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് ആ പ്രതിസന്ധികളിൽ കർത്താവെ പുതിയ വഴി തുറന്നു നൽകുന്ന സർവശക്തനായ ദൈവത്തിൽ ശരണം പ്രാപിച്ചുകൊണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളായിരിക്കാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതായ സന്ദർഭങ്ങളിൽ കർത്താവെ കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ക്ലേശങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിലൂടെയാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം മുന്നിലോട്ട് പോകുന്നത് എന്നുള്ള ഞങ്ങൾ ഓർക്കുന്നു. അപ്രകാരമുള്ള സാഹചര്യങ്ങളിലൊക്കെയും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന നല്ല ചിന്തകൾ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ആശ്വാസത്തിന്റെ വചനങ്ങൾ, അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതായ വഴിയിലൂടെ യാത്ര ചെയ്യുവാനൊക്കെ അങ്ങ് ഞങ്ങളെ ഒരുക്കുന്നതിനായി നന്ദിയുടെ സ്തോത്രം. തുടർന്നും അപ്രകാരം അങ്ങ് ഞങ്ങൾ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഒരാഴ്ചവട്ട കാലം അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളെയും ഞങ്ങൾ ഓർക്കുന്ന എല്ലാ വിഷയങ്ങളിന്മേലും അങ്ങനത്തെ ഒരു സാന്നിധ്യം പകരണമേ. ആവശ്യങ്ങളിലായിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടൊക്കെ ആയിരിക്കാൻ കർത്താവേ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. പുതിയ വയസ്സ് കർത്താവ് അനുഗ്രഹിച്ചു നൽകി അങ്ങ് നിന്റെ മക്കളെ അങ്ങ് വഴിനടത്തി കാത്തു പരിപാലിക്കണം. കഴിഞ്ഞ ഒരു വർഷക്കാലം അങ്ങ് നിന്റെ മക്കളെ കാത്തു പരിപാലിച്ചു. പ്രതിസന്ധികളുടെ മധ്യത്തിലും ക്ലേശങ്ങളുടെ മധ്യത്തിലും രോഗങ്ങളുടെയും ദുരിതങ്ങളുടെയും മധ്യത്തിലും അങ്ങ് നിന്റെ മക്കൾക്ക് കാവലായി അങ്ങ് നിന്റെ മക്കൾക്ക് നന്മയും കരുണയും അവരുടെ ജീവിത യാത്രകളിൽ പ്രദാനം ചെയ്ത് പകർന്നു നൽകി പുതിയൊരു വയസ്സിലേക്ക് പ്രവേശിക്കുവാൻ അങ്ങ് നിന്റെ മക്കളെ ഒരുക്കിയിരിക്കുന്ന നല്ല കൃപയ്ക്കായി നന്ദിയുടെ സ്തോത്രം. പുതിയ വയസ്സ്, പുതിയ വർഷം കർത്താവ് അങ്ങ് അനുഗ്രഹിച്ചു നൽകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്രകാരം കർത്താവെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പ്രിയ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം പ്രിയ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചതിനായി നന്ദിയുടെ സ്തോത്രം. ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് ഞങ്ങൾ തിരുവചനത്തിൽ കേൾക്കുന്നത് പോലെ വായിക്കുന്നത് പോലെ അപ്രകാരം കുടുംബമായി കർത്താവിനെ സേവിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് നിന്റെ മക്കൾ ഓരോരുത്തരുമായിരിക്കാൻ കർത്താവ് ഇടവരുത്തുകയും ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടുണ്ടായിരിക്കാൻ കർത്താവ് പ്രവർത്തിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് നൽകി വഴിനിർത്തി കാത്തു പരിപാലിക്കണം. കർത്താവ് ഇന്നത്തെ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണം. വ്യക്തികളായിട്ട് കുടുംബങ്ങളായിട്ട് കർത്താവ് അനുഗ്രഹിക്കണം. ആവശ്യമായ നന്മകൾ സ്വർഗത്തിലെ ദൈവം തമ്പുരാനെ പ്രദാനം ചെയ്ത് അങ്ങ് അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കൂടിവരവുകൾ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവ് പ്രവർത്തിക്കുകയും ചെയ്യണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറച്ച് വഴിനടത്തി കാത്തു പരിപാലിക്കണമേ. മാനവും മഹത്വം അങ്ങ് സ്വീകരിക്കണമേ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കട്ടെ. ഇങ്ങനെ പിതാവ് പുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹം നാം എല്ലാ പ്രിയപ്പെട്ടവരോടും സഭയോടും കുടുംബങ്ങളോടും ദേശത്തോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.